നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബംഗാളിൽ ഭരണമാറ്റമുണ്ടാകും. സുവേദു അധികാരി വളരെ വ്യക്തമായി പറയുന്നു, BJPക്ക് ഇത്തവണ അധികാരത്തിൽ വരാൻ കഴിയും, കേവല ഭൂരിപക്ഷത്തോടെ ഭരിക്കാൻ കഴിയും എന്നൊക്കെ പറയുകയാണ്. എന്തിൻ്റെ ബലത്തിലാണ്? SIR നടപടിയിലൂടെ 90 ലക്ഷത്തിലധികം വരുന്ന വോട്ടർമാരെ പടിയടച്ച് പിണ്ടം വെച്ചു എന്ന് ആഹ്ലാദിക്കുകയാണ് BJP നേതൃത്വം. ഇലക്ഷൻ കമ്മീഷൻ പരിപൂർണമായി ആരുടെ കൂടെയാണ് നിൽക്കുന്നതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇലക്ഷൻ കമ്മീഷൻ അധ്യക്ഷനായിട്ടുള്ള ജ്ഞാനേഷ് കുമാർ, അദ്ദേഹം ആ ചുമതല ഏറ്റതിന് ശേഷം നരേന്ദ്രമോദി നിരവധിയായ സാഹചര്യങ്ങളിൽ രാജ്യത്ത് പലയിടത്തും സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ചട്ടവിരുദ്ധമായിട്ടുള്ള നീക്കങ്ങൾ നടത്തിയതിനെ കമാന്നൊരക്ഷരം പറയാൻ അദ്ദേഹം ഉരിയാടാനോ അല്ലെങ്കിൽ അദ്ദേഹം തടയാനോ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് TN ശേഷനെ പോലെ ആധികാരികമായി തെരഞ്ഞെടുപ്പിൻ്റെ ചട്ടഭേദഗതികളെക്കുറിച്ചും തെരഞ്ഞെടുപ്പിൻ്റെ നിയമ സാധ്യതകളെക്കുറിച്ചും വളരെ വിശദമായി പഠിച്ച ഒരു ബ്യൂറോക്രാറ്റിനെ നമ്മൾ ശിരസ വണങ്ങുന്നത്. TN ശേഷനെ എന്തുകൊണ്ടാണ് എക്കാലത്തും രാജ്യം ഓർമ്മിക്കുന്ന, ആദരവോടെ അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ ഈ രാജ്യം ഓർമ്മിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും ലളിതമായ ഉത്തരമാണ് ജ്ഞാനേഷ് കുമാറിനെയും രാജീവ് കുമാറിനെയും പോലുള്ള കഴിവുകെട്ടവർ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് സ്വന്തം ആത്മാഭിമാനം പണയം വെച്ച് വലിയ രീതിയിലുള്ള എന്തെങ്കിലും നേട്ടം കിട്ടുമെന്ന് പറഞ്ഞ് BJPയുടെ പുറകെ പോകുന്നത്. വാസ്തവത്തിൽ BJP അവർക്കൊക്കെ തലവേദന മാത്രമേ ഉണ്ടാക്കി കൊടുക്കുകയുള്ളൂ. കാരണം അടിസ്ഥാനപരമായി ഉദ്യോഗസ്ഥരെ കൃത്യമായി പഞ്ഞിക്കിടുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് പിൽക്കാലത്ത് പണി ഉണ്ടാക്കുന്ന രീതിയിൽ BJP നേതൃത്വം പല രീതിയിലുള്ള കളികൾ കളിക്കും. സത്യസന്ധമായി നടപടികൾ പൂർത്തീകരിക്കുന്നവരെ എന്നും രാജ്യം ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും. സുപ്രീം കോടതിക്ക് പല കാര്യങ്ങളിലും ഉത്തരവിറക്കേണ്ട ആവശ്യമുണ്ട്. നിലവിലെ ബംഗാളിൻ്റെ സാഹചര്യങ്ങൾ ഏറ്റവും വിശദമായി തന്നെ വിലയിരുത്തപ്പെടേണ്ട അനിവാര്യതയാണ്. 2 ഘട്ടങ്ങളിലായി 294 സീറ്റുകളിൽ ബംഗാളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ മനസ്സിലാക്കേണ്ട BJPയും കോൺഗ്രസും വെവ്വേറെ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഇടതുപക്ഷം, കോൺഗ്രസ്, BJP, തൃണമൂൽ കോൺഗ്രസ് 4 പാർട്ടികളും സഖ്യത്തിൻ്റെ ഭാഗമല്ലാതെ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന സാഹചര്യം. അതായത് ചില മണ്ഡലങ്ങളിലെങ്കിലും വലിയ പോരാട്ടങ്ങൾ, ചതുഷ്കോണ മത്സരങ്ങൾ വരെ നേരിടേണ്ട സാഹചര്യമുണ്ട്. ചുരുക്കം ചില മണ്ഡലങ്ങളിലാണെന്ന് മാത്രം. ഭൂരിഭാഗം സെക്ടറുകളിലും തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള പോരാട്ടം തന്നെയാണ്. ഇവിടെ BJP പറയുന്നത്, ഞങ്ങൾക്ക് അധികാരം കിട്ടും, ഞങ്ങൾ ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ മുഴുവൻ അടിച്ചോടിക്കും. ഇവിടെ ബംഗാളിലുള്ള പലരും 2 കോടിയിലധികം വരുന്ന വോട്ടർമാർ എന്ന് പറയുന്നത് അനധികൃത കുടിയേറ്റക്കാരാണ്. ഇത്തരത്തിലുള്ള അവകാശവാദമാണ് സുവേദു അധികാരി പറയുന്നത്. ഒരു കാര്യം കൂടി ആവർത്തിച്ച് പറഞ്ഞു, BJP നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നാൽ പിന്നെ ന്യൂനപക്ഷങ്ങളെ ബംഗാളിൽ നിന്നും തുരത്തുന്ന കാര്യത്തിൽ ഞങ്ങൾ ഒരു വിട്ടുവീഴ്ചയും നടത്തില്ല എന്നുള്ളതും കൂടി വിവാദപരമായി പറഞ്ഞു. ഒന്നിനും ഇലക്ഷൻ കമ്മീഷൻ കമാന്നൊരക്ഷരം വേണ്ടിയിട്ടില്ല. നിയമം കയ്യിലെടുത്തുകൊണ്ട് അക്രമ രാഷ്ട്രീയത്തിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡിൽ നിന്നും ഗുണ്ടകളെ ഇറക്കി അവിടെ അക്രമസമാധാന നില തകർത്തത് സുവേദു അധികാരിയുടെ നേതൃത്വത്തിലാണ് എന്ന് തൃണമൂൽ കോൺഗ്രസ് രേഖാമൂലം പരാതി, തെളിവുകൾ പലതും കൊടുത്തിട്ടും ഒരു അന്വേഷണം അതിനെക്കുറിച്ച് വന്നിട്ടില്ല എന്നുള്ളതാണ്. അക്രമം ആര് നടത്തിയത്, തൃണമൂലായിരുന്നാലും BJP ആയിരുന്നാലും അത് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. എന്നാൽ BJP നേതൃത്വം ഇപ്പോൾ നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിച്ച് അട്ടിമറിക്കലാണ്.